friends, welcome to my channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വെഹിക്കിൾ റിവ്യൂ അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ മോഡിഫിക്കേഷൻസ് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള ഇതിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് 2013 മോഡൽ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആണ്. അത് ZXi ടോപ്പ് എൻഡ് മോഡലാണ്. ഇതിൽ നമ്മൾ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ആണ് വരുത്തിയിട്ടുള്ളത്, വണ്ടിയുടെ ആ ഒരു സ്പെക്സ് കാര്യങ്ങൾ, വണ്ടിയുടെ പ്രത്യേകതകൾ, ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വണ്ടിയുടെ എക്സ്റ്റീരിയർ കാണാം, അത് കഴിഞ്ഞ് ഇൻറ്റീരിയർ, അത് കഴിഞ്ഞിട്ട് ഡ്രൈവിംഗ്. ഓക്കെ, അപ്പം വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നുള്ളത് 2013 മോഡൽ സ്വിഫ്റ്റ് ZXi വേരിയൻ്റ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഈ മോഡൽ കാണുകയെന്ന് വെച്ചാൽ ആൾട്രേഷൻസിന് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസിന് ഏറ്റവും പറ്റിയൊരു വണ്ടിയാണ് സ്വിഫ്റ്റ് ആദ്യം ഇറങ്ങിയപ്പോൾ ആളുകൾക്ക് ഇതിൻ്റെ ഡിസൈനിനോട് വലിയൊരു താല്പര്യമില്ലായിരുന്നു. അതിൻ്റെ ആ ഹെഡ്ലൈറ്റും ബാക്കിലെ ടെയിൽ ലാമ്പുകളും ഒക്കെ ഒരു അഭംഗിയായിട്ട് തോന്നിയിരുന്ന ആളുകൾ പിന്നെ ഏറ്റവും കൂടുതൽ വാങ്ങിയിരുന്ന ഒരു കാറുകളിലൊന്നാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഒന്ന് പരിചയപ്പെടാം. 2013 മോഡൽ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ZXi ആണ് ഈ മോഡൽ, ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. ഇതിൽ ചെയ്തിരിക്കുന്ന ആൾട്രേഷൻസ് അതോടൊപ്പം തന്നെ മോഡിഫിക്കേഷൻസ്, വണ്ടിയുടെ സ്പെക്സ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യം നമുക്ക് എക്സ്റ്റീരിയറിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ബമ്പറിൽ എടുത്ത് കാണുന്നത് അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു സ്ട്രക്ചർ തന്നെയാണ്. സൈഡിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലുള്ള ഹെഡ്ലൈറ്റുകൾ, താഴെ ഫോഗ് ലാമ്പുകൾ വരുന്നുണ്ട്, രണ്ട് സൈഡിലും ഉണ്ട്. ആ നടുക്കത്തെ സുസുക്കിയുടെ ലോഗോ ആക്ച്വലി ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സിൽവർ ലോഗോയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്പർ പ്ലേറ്റ് ഒരു സ്പെഷ്യൽ ഹുക്കിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സ്പാർക്കോടെ ഒരു ടോ ബാൻഡ് എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് ലോവർ ലിപ്പ്, ബമ്പറിൽ ലോവർ ലിപ്പ് എക്സ്ട്രാ ചെയ്തിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ക്യാനൻ്റെ ഒരു സ്റ്റിക്കറും ചെയ്തിട്ടുണ്ട്. അതാണ് ഫ്രണ്ടിലെ ഒരു ആക്സസറി അല്ലെങ്കിൽ ഒരു മോഡിഫിക്കേഷൻ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്നത്. സൈഡിലേക്ക് വരുവാണെങ്കിൽ ഒരു ബമ്പർ ഹുക്ക് പോലെ, ഇതൊരു ജസ്റ്റ് ഒരു ഫാൻസിയാണ്, പക്ഷേ വണ്ടി കാണുമ്പോൾ ഒരു സ്പോർട്ടി ലുക്ക് കിട്ടുന്ന രീതിയിലുള്ള ബമ്പർ ഹുക്കുകൾ ചെയ്തിട്ടുണ്ട്. ടയേഴ്സ് ആണെങ്കിൽ ടയേഴ്സ് അപ്സൈസ് ചെയ്താണ്. 14 ഇഞ്ച് ടയേഴ്സാണ് സ്വിഫ്റ്റിൽ വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ 15 ഇഞ്ച് ടയേഴ്സാണ് ഇട്ടിരിക്കുന്നത്. ഇതിൽ ഇട്ടിരിക്കുന്നത് ഹാങ്കോക്കിൻ്റെ ടയേഴ്സാണ്. 195/60 R15 ടയേഴ്സാണ് ഹാങ്കോക്കിൻ്റെ ടയേഴ്സ്. ഇത് അപ്സൈസ് ചെയ്തതാണ്. കാലിപ്പേഴ്സ് ബ്ലൂ കളർ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. അതൊരു ഭംഗിയാണ് ശരിക്കും പറഞ്ഞാൽ കാലിപ്പേഴ്സ് പെയിൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്സുമാണ് വരുന്നത്. അതുപോലെ തന്നെ റിയർ വ്യൂ മിറേഴ്സ് ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട്. സൈഡ് റെയിൻ വൈസേഴ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഡോറിൽ നമുക്ക് കാണാം ആ ഒരു ബുഷിങ് സാധനം ചെയ്തിട്ടുണ്ട്. ഇത് ആൾട്രേഷൻ ചെയ്ത സ്ഥാപനത്തിൻ്റെ ഒരു സ്റ്റിക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മോട്ടോ ഇങ്ക് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ പേര്. ടിജോ, മോട്ടോ ഇങ്ക് കോട്ടയം അല്ലേ? കോട്ടയം ബേസ്ഡ് ഒരു സ്ഥാപനമാണ് മോട്ടോ ഇങ്ക് എന്ന് പറയുന്നത്. അപ്പം ബാക്കിൽ നമുക്ക് കാണാം, ബാക്കിലെ ഡ്രംസും ആ ഒരു ബ്ലൂ കളർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ടെയിൽ ലാമ്പ് സ്മോക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. ടെയിൽ ലാമ്പ് സ്മോക്ക് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. സ്വിഫ്റ്റ് ZXi ABS ബാഡ്ജിങ് ഉണ്ട്. അതെല്ലാം ആസ് യൂഷ്വൽ ആണ്. ഇവിടെ മാരുതി സുസുക്കിയുടെ ഒരു ലോഗോ ഉണ്ട്. റിയർ വൈപ്പേഴ്സ് കാണാം, ഡിഫോഗേഴ്സ് കാണാം. ഒരു സ്പോയിലർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് കണ്ടോ. നല്ലൊരു രസമുള്ള രീതിയിൽ ചെയ്തേക്കുന്ന സ്പോയിലർ. അതിൻ്റെ ഒരു സൈഡ് ലുക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കണ്ടോ. ആ സൈഡിൽ നോക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി ശരിക്കും എടുത്തറിയാൻ പറ്റുന്നത്. ഉണ്ടല്ലേ, നല്ലൊരു ഭംഗിയുണ്ട്. അതോടൊപ്പം ആ ബമ്പറിൽ, റിയർ ബമ്പറിൽ ഒരു സ്കിഡ് പ്ലേറ്റ് മാതിരി ഒരു സാധനം, ഇത് കസ്റ്റം ചെയ്താണ് കേട്ടോ. നല്ല ഭംഗിയല്ലാണ്. അപ്പോൾ ഇത്രയാണ്. റിവേഴ്സ് ക്യാമറാസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, റിവേഴ്സ് സെൻസേഴ്സ് ഉണ്ട്, റിവേഴ്സ് ക്യാമറ എക്സ്ട്രാ ചെയ്തതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങൾ. ഇതാണ് ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ വരുത്തിയേക്കുന്ന മാറ്റങ്ങളും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ നമുക്കിതിൻ്റെ ബോണറ്റ് തുറന്ന് എൻജിനോട് ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇൻറ്റീരിയർ കാണാം. അപ്പോൾ നമുക്ക് ബോണറ്റ് ഒന്ന് തുറന്ന് എൻജിൻ നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വിഫ്റ്റിൻ്റെ എൻജിൻ ബേ. ഇതിൽ 1.2 ലിറ്റർ പെട്രോൾ എൻജിനാണ് വരുന്നത്. ഇതിൽ നമുക്കൊരു ആൾട്രേഷൻ കാണാൻ പറ്റുന്നത് ക്യാനൻ്റെ ഫിൽറ്റേഴ്സാണ്. ക്യാനൻ്റെ ഫിൽറ്റേഴ്സാണ്. അതാണ് മെയിൻ. ഒരു പെർഫോമൻസിന് നല്ല രീതിയിൽ ഫിൽറ്റേഴ്സ് സ്വാധീനിക്കുക എന്നുള്ളതൊരു വലിയ ഫാക്ടറാണ് കേട്ടോ. ക്യാനൻ ഫിൽറ്റേഴ്സാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതാണ് എൻജിൻ സൈഡിൽ വരുത്തിയേക്കുന്ന ഒരു മോഡിഫിക്കേഷൻ. വേറെ ഒരു പ്രത്യേകിച്ച് മോഡിഫിക്കേഷൻസ്, ട്യൂണിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നല്ലൊരു പെർഫോമൻസ് കൊടുക്കുന്ന എൻജിൻ തന്നെയാണ് കേട്ടോ വണ്ടി. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ, ഇവർ മോട്ടോ ഇങ്ക് അത്യാവശ്യം നല്ല രീതിയിൽ അവരുടെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ വേണം പറയാൻ. ഉണ്ടോ, അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഇൻസൈഡ് ദൃശ്യങ്ങളോട് കാണാം. അപ്പോൾ അകത്തേക്ക് പോകാം.
ഇപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. അഴുക്കൊന്നും പ്രശ്നമില്ല, നമ്മൾ ആ മോഡിഫിക്കേഷൻ അല്ല. നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്ന പറഞ്ഞാണല്ലോ പെഡൽസ് തന്നെയാണ്. കണ്ടില്ലേ, ഇത് കസ്റ്റം പെഡൽസ് ചെയ്തിരിക്കുകയാണ്. കീ സൗണ്ട് എന്തിനാണ്? ഡോറിൻ്റെ അല്ലേ? ഡോർ വാണിംഗ് ആണ് കേൾക്കുന്നത്. അപ്പോൾ കീ ഉരി നമുക്ക് അകത്തേക്ക് കയറാം. ആ ഒരു ബ്ലൂ ആംബിയൻസ് ലൈറ്റ് കണ്ടോ, നമ്മളെ പെഡലിൻ്റെ കൂടെ തന്നെ നമ്മൾ പുറമോട്ട് ചരിക്കട്ടെ ശീറ്റ പെഡലിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാണ് ബ്ലൂ ആംബിയൻ ലൈറ്റ്, അത് എക്സ്ട്രാ ചെയ്തതാണ്. പിന്നെ നമുക്ക് വേറെ ചേഞ്ചസ് വരുത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സിസ്റ്റം, മ്യൂസിക് സിസ്റ്റം സെപ്പറേറ്റ് ചെയ്തതാണ്. നമുക്കൊന്ന് ഓണാക്കാം. ബ്ലോപോങ് സിസ്റ്റമാണ് വെച്ചിരിക്കുന്നത്. നല്ലൊരു പെർഫോമൻസ് ഉള്ള സിസ്റ്റം തന്നെയാണ്. സ്റ്റിയറിംഗ് വീലിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. സ്റ്റിയറിംഗ് വീൽ നോക്കുവാണെങ്കിൽ 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. എയർ ബാഗ് ഉണ്ട്, വോളിയം കൺട്രോൾസ് സ്റ്റിയറിംഗ് വീലിൽ തന്നെ വരുന്നുണ്ട്. ഇത് ഡുവൽ എയർ ബാഗ് വരുന്നതാണ് കേട്ടോ. ഇതിൽ AC വെൻസ് കാര്യങ്ങളാണ് റൈറ്റ് സൈഡിലുള്ളത്. ഇവിടെ ഒരു ചെറിയ പോക്കറ്റ് ഉണ്ട് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പം 53,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വണ്ടി. ഇത് അതിൻ്റെ ഡോർ പാഡിൽ പ്രത്യേകിച്ച് കൺട്രോളൊന്നുമില്ല. പവർ വിൻഡോസ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സാണ്, അതിൻ്റെ ഒരു കൺട്രോളാണ്. ഇവിടെ ഒരു ക്ലോത്ത് ടൈപ്പ് ഇൻസേർട്ടാണ് പോയിരിക്കുന്നത്. ഇവിടെ സ്പേസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ബോട്ടിൽ ഹോൾഡർ, അത്യാവശ്യം സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അതാണ് ഫ്രണ്ടിലെ വിശേഷങ്ങൾ. ഇത് AC കൺട്രോളുകൾ നടുക്ക് വരുന്നത്. നല്ല പവർഫുൾ AC ആണ് കേട്ടോ. സെയിം ടൈപ്പ് കൺട്രോൾസ് ആണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. നമുക്കിവിടെ ഒരു ഗ്ലോ ബോക്സ് ഉണ്ട്. ഇതൊരു ബോട്ടിൽ ഹോൾഡറാണ്. അത് നമുക്ക് AC വെന്നോട് ചേർത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൂളിംഗ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റിയും കൂടെ കൊടുക്കുന്നുണ്ട്. 2 liters എക്സ്ട്രാ ചെയ്തതാണ്. നടുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഹാൻഡ് റെസ്റ്റ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു കംഫർട്ട്, ഡ്രൈവിംഗ് കംഫർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഗിയർ നോബ്. അപ്പോൾ ഇത്രയാണ് ഫ്രണ്ടിലെ ഒരു കാഴ്ചകൾ. ഇവിടെ നമുക്ക് അത്യാവശ്യം സ്പേസും കാര്യങ്ങളുണ്ട്. ഇവിടെ സാധനങ്ങൾ വെക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ USB ഓക്സ് ഫെസിലിറ്റി ഉണ്ട്. ഇവിടെ ഒരു പവർ നമുക്ക് ചാർജ് ചെയ്യാനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് അത്യാവശ്യം ഒരു എന്തെങ്കിലും വെക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിലേക്ക് പോകാം. ബാക്കിലെ സ്പേസ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്കിതൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. താക്കോൽ ഊരിയേക്കാം. ഓക്കെ, ഇതാണ് ബാക്കിലെ സ്പേസ്. ഇതിപ്പം സീറ്റ് ഞാൻ അല്പം ചായച്ചിട്ടതാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു സ്പേസ് കുറവ് ഉണ്ട്. ഇത് നോർമൽ കണ്ടീഷനിൽ കിടക്കുന്നത്. ഇവിടെ കുറച്ചുകൂടി സ്പേസ് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ അത്യാവശ്യം ഒരു 5.5 ആ ഒരു ഹൈറ്റിലുള്ള ആൾക്ക് കംഫർട്ടബിളായിട്ട് ഇരുന്ന് പോകാം എന്നുള്ളതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്ക് സ്പേസ് ആണ് പറയുന്നത്. ബാക്കിലെ സ്പേസ് ഇച്ചിരി കൺജസ്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് സ്വിഫ്റ്റിൻ്റെ. അതുപോലെ തന്നെ 5 പേർക്ക് സുഖമായൊരു യാത്ര അല്പം പാടാണ്. കണ്ടല്ലേ, ഒരാളോട് ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആക്ച്വലി 2 പേർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. 4 പേർക്ക് നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു പാർസൽ ട്രേ വരുന്നുണ്ട്. റിയർ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഡീഫോഗിങ് വരുന്നുണ്ട്. റിയർ വിൻസ്ക്രീനിൽ വൈപ്പർ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് വണ്ടിയുടെ അകത്തെ വിശേഷങ്ങൾ. ഡോറിൽ പ്രത്യേകിച്ച് കാര്യങ്ങൾ ആഡംബരങ്ങളൊന്നുമില്ല. ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, നമ്മുടെ പവർ വിൻഡോ സ്വിച്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് ബൂട്ട് കൊണ്ടൊന്ന് കണ്ടിട്ട് നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഒരു അത്യാവശ്യം ഒരു പെട്ടി, 2 ബാഗ്, അങ്ങനത്തെ ഒരു സ്പേസ് എന്ന് പറയാം. എത്ര ലിറ്റർ കറക്റ്റ് സ്പേസ് എന്നുള്ളത് ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ഇത്രയാണ് ബൂട്ടിലെ സ്പെഷ്യൽ. ബാക്കിലെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വീതിയുള്ള ടയർ ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും ആ ഒരു ഹാൻഡ്ലിങ് വ്യത്യാസമുണ്ടല്ലോ. നമുക്ക് ആ ഒരു യാത്രാസുഖം അല്ലേ, കൂടുതലല്ലേ. എനിക്ക് ആ ഫിയറ്റിൽ ഇട്ടപ്പോഴും ആ ഒരു കമ്പനികൾ എന്താ ഇങ്ങനത്തെ. ഇന്നിപ്പോൾ ഞാൻ ആൾട്രോസ് കണ്ടു. ആൾട്രോസിനകത്ത് അവർ ഇട്ടേക്കുന്നത് തീരെ കുട്ടി ടയർ. കമ്പനി ഇടുന്ന ടയറല്ല, ചെറുതായി ടയർ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? സ്റ്റെബിലിറ്റിയിൽ ഭയങ്കരമായിട്ടൊരു ഫാക്ടർ ഈ രീതിയിലുള്ള ടയർ ചെയ്യുന്നത്. ഞാൻ ആണെങ്കിൽ ഇതുകൊണ്ട് പോയി മറ്റേ ഒരു ഡോക്ടറെ കാണാൻ പോയതാ. സൈഡിൽ കുഴിയാ, സ്ലാബുണ്ട്. ഞാൻ ജസ്റ്റ് അത് 2-3 സ്ലാബിന്റെ ഇടയ്ക്ക് ഒരു ഇത് കുഴി, ഞാൻ ജസ്റ്റ് ഒതുക്കിയതാ, അതിനകത്ത് പോയി. ഇത് ആയതുകൊണ്ട് മാത്രം അത് കയറി പോകുന്നത്.
ഡ്രൈവിംഗ് പാർട്ട് ഓക്കെയാണ് വണ്ടിയുടെ, യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളില്ല. സ്റ്റിയറിംഗ് റെസ്പോൺസ് ഒക്കെ നല്ല പക്കയാണ്. നമ്മൾ ഏതുവഴി പോകണമെന്ന് ഉദ്ദേശിക്കുന്നു, ഏതുവഴി വണ്ടി തിരിയണമെന്ന് ഉദ്ദേശിക്കുന്നു, അതുവഴിയൊക്കെ തന്നെ തിരിഞ്ഞ് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗിയറിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മാരുതി സുസുക്കിയുടെ ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നിക് സൗണ്ടോടുകൂടിയുള്ള ഷിഫ്റ്റിംഗ് ആണ്. ഭയങ്കര സ്മൂത്താണ്. അതിപ്പോൾ എത്ര വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞാലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന വണ്ടിയാണെങ്കിൽ ആ ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവും. ഇതിപ്പോഴും നല്ല പക്കയായിട്ട് തന്നെ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പവർ സ്റ്റിയറിംഗ്, പവർ ബ്രേക്കിംഗ് ഒരു സ്റ്റാൻഡേർഡ് ഫീച്ചറായിട്ട് വരുന്നുണ്ട് ഇസറക്സയിൽ. അതുപോലെ തന്നെ ഞാൻ ഓൾ ഡോർ പവർ വിൻഡോസിന്റെ കാര്യം പറഞ്ഞു. ഓൾ ഡോർ പവർ വിൻഡോസ് ആണ്, സെൻട്രൽ ലോക്കിംഗ് ആണ്. അപ്പം നമുക്കിവിടെ തിരിച്ച് റിവേഴ്സ് ക്യാമറയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് എക്സ്ട്രാ ഫിറ്റ് ചെയ്താണ് കേട്ടോ. ഇപ്പൊ പുതിയ ഇസറക്സയിൽ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ടല്ലേ, സ്റ്റാൻഡേർഡ് ഫീച്ചറായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സ്റ്റാൻഡേർഡ് ഫീച്ചറായിട്ട് വരുന്നുണ്ട്. നേരത്തെ ABS എയർ ബാഗ് ഒക്കെ ഒരു വലിയ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് കാണിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ABS എയർ ബാഗ് ഒക്കെ സ്റ്റാൻഡേർഡ് ഫീച്ചറായിട്ട് കൊടുക്കേണ്ട അവസ്ഥയായി മാനുഫാക്ചറേഴ്സിന്. ഒരുമാതിരിപ്പെട്ട എല്ലാ വണ്ടിയിലും ഫ്രണ്ട് 2 എയർ ബാഗ്സ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ABS EBD സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ ABS EBD ഉണ്ട് കേട്ടോ. ഫ്രണ്ടിലെ ഡിസ്കും ബാക്കിലെ ഡ്രം ബ്രേക്സും ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ബ്രേക്കിങ്ങുകളൊക്കെ ഒക്കെയാണ് കേട്ടോ. മൈലേജ് എന്താ കിട്ടുന്നുണ്ടോ? 15-16. ഇദ്ദേഹമാണ് ഈ വാഹനത്തിന്റെ മുതലാളി, എന്റെ അനിയനാണ് കേട്ടോ, ടിജോ. ലോങ് ഡ്രൈവ് ഏതാ പോയേക്കുന്നത് ഏറ്റവും കൂടുതൽ? ചെന്നൈ പിടിച്ചതിനല്ലേ? ചെന്നൈ പിടിച്ചതിന് സ്വിഫ്റ്റ് ആയിരുന്നു അത്. മറ്റേ സ്വിഫ്റ്റ് ഡിസയർ ആയിരുന്നു. അപ്പം പിന്നെ സെയിം ആണല്ലോ, യാത്രാസുഖം സെയിം അല്ലേ? അല്ല, ഞാൻ ഈ സീറ്റിംഗിന്റെ പൊസിഷനെ പറ്റി അറിയാൻ വേണ്ടി, സീറ്റിംഗ് കംഫർട്ടിനെ പറ്റി. എനിക്കിരുന്നിട്ട് നല്ലൊരു സപ്പോർട്ട് തോന്നുന്നുണ്ട് ഇതിന്റെ സീറ്റ്. അതുപോലെ തന്നെ അത്യാവശ്യം നീ സപ്പോർട്ടും ഉണ്ട്. നമ്മൾ ആൾട്ടോയും കൊണ്ടാ ചെന്നൈക്ക് പോയത്. അതിന് മുമ്പ് നമ്മൾ പോയത് ആൾട്ടോയും കൊണ്ട്, അതിന് മുമ്പ് ഇങ്ങോട്ട് പോയിട്ടാണ്. അത് സ്വിഫ്റ്റ് ഡിസയറും കൊണ്ട്. ഓക്കെ. നല്ല ലോങ് ഡ്രൈവിന് നല്ല സപ്പോർട്ടാണ് കേട്ടോ. സീറ്റിംഗ് പൊസിഷനൊക്കെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല, ബാക്കിൽ ഇച്ചിരി ഒരു കൺജസ്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു. നമുക്കൊരു 4 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. 5 പേർക്കെന്ന് പറഞ്ഞാലും പിള്ളേരാണെങ്കിൽ ഓക്കെ. 4 പേർക്ക് കംഫർട്ടബിൾ യാത്രയാണ് കേട്ടോ. AC ഒക്കെ നല്ല പക്ക കൂളിംഗ് ആണ് കേട്ടോ. മാക്സിമം സ്പീഡ് എത്ര വരെ കയറുന്നുണ്ട്? അത് സൂക്ഷിച്ച് ഓടിക്കുന്നുണ്ട്. വണ്ടി എപ്പോഴും നല്ല കണ്ടീഷനാണ് കേട്ടോ. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വണ്ടി സമയാസമയങ്ങളിൽ മെയിൻറ്റെയിൻ ചെയ്ത് സർവീസ് ചെയ്ത് പ്രോപ്പറായിട്ട് കൊണ്ടുനടക്കുകയാണെങ്കിൽ വണ്ടിയുടെ എഞ്ചിൻ്റെയും അതുപോലെ തന്നെ പാർട്സിൻ്റെയും ആയുസ് ഭയങ്കരമായിട്ട് കൂടും. അത് നമ്മളുടെ ആ ഒരു മെയിൻ്റനൻസിൻ്റെ പ്രത്യേകത ഉണ്ട്. വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഏത് വണ്ടിയാണെങ്കിലും 1 വർഷം കൊണ്ട് നശിച്ചു പോകും. ഇതിപ്പോൾ 2013 വണ്ടി ഓടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ഫ്രഷ് വണ്ടി ഓടിക്കുന്ന ഫീലാണ് കിട്ടുന്നത്. നമുക്ക് യാതൊരു രീതിയിലുള്ള ഒരു ലാഗോ പവർ ലാഗോ കാര്യങ്ങളൊന്നുമില്ല. ബ്രേക്കൊക്കെ ചവിട്ടിയാലും അത് ആ ഒരു പക്കായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഹോൺ വിൻടോൺ ആണ്. സാധാരണ ഹോണിനേക്കാളും ഈ വിൻടോൺ ഹോൺ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. അതെനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഇത്ര പോപ്പുലർ ആയത് ആ വോക്സ് വാഗൻ പോളോ ഇറങ്ങിയ പിന്നെയാണ് ഇത്രയും ഈ ഹോൺ പോപ്പുലർ ആയത്. നേരത്തെ മറ്റേ പെപ്പ എന്നൊക്കെ അടിക്കുന്ന ഹോണായിരുന്നു. ഇപ്പോഴാണ് വിൻടോണിലേക്ക് ആൾക്കാർ പോയത്. അതും വിൻടോണിന് തന്നെ പല വേരിയന്റ് പല സൗണ്ടുകളുള്ള കാര്യങ്ങളുണ്ട്. വെന്യൂവിനകത്ത് വരുന്നത് കുറച്ചുകൂടെ ഒരു ടഫായിട്ടുള്ള ഹോണാണ്, കുറച്ചുകൂടി സൗണ്ട് ഉണ്ട് വിൻടോൺ തന്നെ. പക്ഷെ വേറൊരു വേരിയന്റ് എനിക്ക് ആ വെന്യൂവിന്റെ ഹോൺ അത്ര സുഖമായിട്ട് തോന്നിയില്ല. മാരുതി ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു ഫാക്ടർ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി സൈഡിൽ മാരുതി കണ്ടമാനം ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം വാഹനത്തിൽ ഇതിപ്പോൾ
ഇപ്പം നമ്മൾ വണ്ടി നല്ല സ്റ്റെബിലിറ്റി തോന്നുന്നുണ്ട്, നല്ല കൺട്രോൾ തോന്നുന്നുണ്ടെങ്കിൽ പോലും കുറച്ചുകൂടെ ഒക്കെ ഒരു വെയിറ്റ് കൊടുക്കുവാണെങ്കിൽ, സ്റ്റേഡിനെസ് കൊടുക്കുവാണെങ്കിൽ സേഫ്റ്റിയുടെ ഭാഗത്ത് നമുക്ക് ഇപ്പോഴും മാരുതി ടാറ്റയൊക്കെ 5 സ്റ്റാർ 4 സ്റ്റാർ ഒക്കെ എടുത്തു തുടങ്ങി. മാരുതി ഇപ്പോഴും ആ ഒരു പരിസരത്തോട്ട് എത്തി തുടങ്ങിയിട്ടില്ല. കുറച്ചുകൂടെ ഒക്കെ മാരുതി സുസുക്കി ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ള ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ള കമ്പനി എന്ന നിലയിൽ മാരുതിക്ക് കസ്റ്റമേഴ്സിനോടുള്ള ഉത്തരവാദിത്തമാണ് അത്. ഈ ഫിൽറ്റർ മാറ്റിയ പിന്നെ എന്ത് വ്യത്യാസം തോന്നുന്നുണ്ടല്ലേ വണ്ടി ഓടിക്കുമ്പോൾ? പവർ ചൂടെ ഇത് ഇനിഷ്യൽ പിക്കപ്പ് ഇച്ചിരൂടെ ആയിട്ടുണ്ടല്ലേ. നമ്മൾ നല്ലപോലെ സർവീസ് ചെയ്യേണ്ട ഒരു പാർട്ടാണ് കേട്ടോ എയർ ഫിൽറ്റേഴ്സ് നല്ലപോലെ ക്ലീൻ ചെയ്ത് നമ്മൾ സർവീസ് ചെയ്യണം. നമ്മൾ പുതിയത് വാങ്ങിച്ചു വെച്ച് വാറണ്ടി ഉണ്ടെന്നും പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും തള്ളിക്കളയേണ്ട ഒരു പാർട്ടല്ല എയർ ഫിൽറ്റർ. എന്താ ചോദിക്കാൻ? അല്ല, പുന്തോ ഒരു വികാരമാണ്. വികാരം പുന്തോ ഓടിച്ചിട്ടേ ഞാൻ ആദ്യമായിട്ട് ഈ സാധനം ഓടിക്കുന്ന വെച്ചാല് നമ്മുടെ കസിന് ലീനിയ എടുത്ത് പുള്ളിക്ക് സെക്കൻഡ് എടുത്തോണ്ട് വരുവാ. ഞങ്ങൾ എന്നെ കൂടെ എടുത്തോണ്ട് വന്നത്. ഞാൻ നമ്മുടെ ആലപ്പുഴ റേഞ്ചിൽ ഒരു നല്ല ഒരു സമയത്ത് നല്ലതായിട്ട് ആ റോഡ് ചെയ്തിട്ടില്ല, നല്ലൊരു കാർ അതുവേണ്ടി ഓടിച്ചത്. നമ്മൾ ഒരുമാതിരി ഒന്നും അറിയുന്നില്ല, പറക്കുന്ന ഒരു ഫീല് പോലെ നമ്മൾ ജസ്റ്റ് കാല് കൊടുക്കുന്നത് നമ്മൾ എന്താ ചെയ്യുന്നത് പോലും നോക്കാൻ. വണ്ടിയുടെ പെർഫോമൻസ് നല്ല വെയിറ്റ് ആണ്, നല്ല സ്റ്റെബിലിറ്റിയാ. വളവൊക്കെ തിരിക്കുമ്പോഴേ നമ്മൾ ഉദ്ദേശിക്കുന്ന സെയിം അത് വണ്ടിക്ക് വെയിറ്റ് ഉള്ളത് കൊണ്ടാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി വെയിറ്റ് വന്നാൽ നമുക്ക് സുസുക്കിയിലല്ല അത് അതുപോലെ തന്നെ നമുക്ക് കൺട്രോൾ കിട്ടണം. കാരണം ഇവരുടെ ബാക്കിയെല്ലാം ഗിയർ ഷിഫ്റ്റിങ് ഫിയറ്റ് ഇതിന്റെ 7 അയലത്ത് വരത്തില്ല. ഇപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് ആയിട്ടല്ലേ. ഫിയറ്റ് ആണെങ്കിൽ ഇച്ചിരി ടൈറ്റാ, ക്ലച്ച് ഇച്ചിരി ടൈറ്റാ, ഗിയർ വെച്ചിട്ട് ടൈറ്റാ. പക്ഷേ എൻജിൻ പെർഫോമൻസിലും ഹമ്പായിരുന്നു കേട്ടോ. സസ്പെൻഷൻ നല്ല സസ്പെൻഷനാ. എൻജിൻ പെർഫോമൻസിലും നമ്മളെ ആ സ്റ്റെബിലിറ്റി, കൺട്രോള്, മാനുവറബിലിറ്റി എല്ലാം ഫിയറ്റ് കയറിപ്പോകും. ഗിയർ ഷിഫ്റ്റിന്റെ കാര്യത്തിൽ, ക്ലച്ചിന്റെ കാര്യത്തിലൊന്നും സുസുക്കിയെ പിടിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. നമുക്ക് വീഡിയോ നിർത്താം. നമുക്ക് വണ്ടി കയറ്റി ഒതുക്കി ഇട്ടിട്ട് ഒരു സൈൻ ഓഫ് കൂടെ പറഞ്ഞു നിർത്താം. നമ്മൾ ഇറങ്ങുമ്പോൾ എപ്പോഴും വണ്ടി നിർത്തുമ്പോൾ എപ്പോഴും നമ്മുടെ AC ഓഫ് ചെയ്യണം. അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം ഓൺ ആണെങ്കിൽ അത് ഓഫ് ചെയ്യണം. അതെന്താ അതിന് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി വീക്ക് ആകാതിരിക്കാൻ, ബാറ്ററിയുടെ ആയുസ് കൂട്ടാൻ വേണ്ടിയിട്ട് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നത്. ജസ്റ്റ് എ സ്മോൾ ടിപ്പാ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താലേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം ബൈ, മച്ച് ലവ്, പീസ്.